ചേച്ചിയോട് പറയണ്ടായിരുന്നോ? ഇനിയും ചേച്ചിയുടെ മനസ്സ് നന്ദേട്ടൻ്റെ പേരിൽ വേദനിക്കാൻ പാടില്ല. ഒരു നാൾ ചേച്ചിയുടെ പ്രാണനായിരുന്നുവെന്ന് ആരെക്കാളും എനിക്കറിയാവുന്നതാണ്. എന്നിട്ടും ഞാൻ തിക്കി നിറഞ്ഞ ബസ്സിൽ കയറുന്ന ലച്ചുവിനെ അവൾ ഇമചിമ്മാതെ നോക്കി നിന്നു. ചേച്ചിയുടെ കഷ്ടപ്പാട് എന്നാ തീരുക എന്നോർത്ത്. ഒപ്പം ചേച്ചിയോട് പറയണ്ടായിരുന്നു എന്ന വേദനയും. ആ, ഇതാര്? വേണിമോളോ? ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. എന്തേ, വായനയൊക്കെ നിർത്തിയോ? ലൈബ്രറിയിലേക്ക് കയറിയ പാട് മാഷച്ചൻ ചോദിച്ചു. രാവുണ്ണി നായർ എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത്. അടുത്തുള്ള ഒരു സ്കൂളിലെ അധ്യാപകനായിരുന്നു. ഇപ്പോൾ റിട്ടയർഡായി. മാഷച്ചൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ലൈബ്രറി. അതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളിലും മാഷച്ചൻ ഇവിടെ ഉണ്ടാകും. എന്നാൽ ഇതിൻ്റെ നടത്തിപ്പ് നന്ദേട്ടനാണ്. മാഷിൻ്റെ ശബ്ദം കേട്ടാണ് നന്ദൻ പുസ്തകങ്ങൾ എടുത്തു വയ്ക്കുന്നതിനിടെ തിരിഞ്ഞു നോക്കുന്നത്. വേണിയെ കണ്ടതും അവൻ്റെ മുഖത്ത് പൂനിലാവുദിച്ചതുപോലെയായി. തന്നെ നോക്കി നിൽക്കുന്ന നന്ദേട്ടനെ ഒന്ന് നോക്കി അവൾ മാഷച്ചനോട് പുഞ്ചിരിച്ചു. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു മാഷച്ച. മാഷച്ചൻ ഇവിടെ ഇല്ലായിരുന്നു, അതാ എന്നെ കാണാതിരുന്നത്, അവൾ പറഞ്ഞുകൊണ്ട് കയ്യിലുള്ള പുസ്തകം ടേബിളിലേക്ക് വെച്ചു. നന്ദേട്ട, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പുസ്തകം എടുത്തു വച്ചിരുന്നോ? ഓ, ഹരപ്പൻ സംസ്കാരമല്ലേ? അതെ. ഒന്ന് രണ്ട് കുട്ടികൾ വന്നിരുന്നു, അത് ചോദിച്ചു. ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാനത് മാറ്റിവെച്ചു. ഡ്രോയിൽ നിന്ന് ഒരു ബുക്ക് എടുത്ത് അവൾക്ക് നേരെ നന്ദൻ നീട്ടി. അവൾ അതെടുത്ത് മേശപ്പുറത്ത് തന്നെ വെച്ച് മറ്റുള്ള പുസ്തകങ്ങൾ തിരയാനായി ഷെൽഫിനടുത്തേക്ക് നടന്നു. അവൾ പോകുന്നത് നോക്കി നിൽക്കുകയാണ് നന്ദൻ. അവളോട് എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്ന് അവൻ്റെ മുഖം വ്യക്തമാകുന്നുണ്ട്. നന്ദ, ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. കുട്ടിക്ക് എന്താണെന്ന് വെച്ചാൽ നീ എടുത്തു കൊടുക്ക്. മാഷച്ചൻ പറഞ്ഞുകൊണ്ട് തൻ്റെ ഊന്നുവടി കുത്തി മെല്ലെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. മാഷച്ചൻ പോയതും നന്ദൻ വേണിയുടെ അടുത്തേക്ക് വന്നു. തൻ്റെ അടുത്ത് നിൽക്കുന്ന നന്ദേട്ടൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി തന്നോട് എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്ന്. ആരെക്കുറിച്ചാണ് എന്ന്. അവൾ ചോദ്യഭാവേന നന്ദനെ നോക്കി. ഞാൻ അന്ന് പറഞ്ഞത് ശ്രീയോട് പറഞ്ഞിരുന്നോ? പ്രതീക്ഷയോടെ വേണിയെ നോക്കുകയാണവൻ. നന്ദേട്ടൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ എന്നെ കടിച്ചു കീറാൻ വരുന്ന ഭാവമായിരുന്നു ചേച്ചിക്ക്. ദാ ഇവിടേക്ക് വരുന്ന വഴിയാ ഞാൻ പറഞ്ഞത്. പൊതുവെ ദേഷ്യപ്പെടാത്ത ചേച്ചി എന്നോട് ദേഷ്യപ്പെട്ടെങ്കിൽ നന്ദേട്ടനോട് ചേച്ചിക്ക് എത്രമാത്രം വെറുപ്പുണ്ടാകുമെന്ന് ഞാൻ പറയണ്ടല്ലോ. അവൻ്റെ പ്രതീക്ഷ തച്ചുടയ്ക്കുന്ന രീതിയിൽ തന്നെ വേണി പറഞ്ഞു. അവൾക്കറിയാം ചേച്ചി ഇപ്പോൾ ചെയ്യുന്നത് തന്നെയാണ് ന്യായമെന്ന്. പിന്നെ ചേച്ചിക്കൊരു ജീവിതം കിട്ടിയാൽ അത്രയും നല്ലതല്ലേ എന്ന് വെച്ചിട്ടാണ് നന്ദേട്ടൻ്റെ കൂടെ ചേർന്ന് ചേച്ചിയോട് കാര്യം പറയാൻ തുടങ്ങിയത്. ഒരിക്കൽ വെറുത്തുപോയ മനസ്സല്ലേ, അവിടെ വീണ്ടും പ്രതിഷ്ഠിക്കാൻ സമയമെടുക്കും. വേണി പറഞ്ഞതും നന്ദൻ്റെ മുഖം മങ്ങി. പിന്നെ ഒന്നും ചോദിക്കാതെ അവൻ മേശയുടെ അരികിൽ പോയിരുന്നു. അവൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ട പുസ്തകങ്ങൾ അവൾ നോക്കിയെടുത്തു. പിന്നെ നേരെ പോയി മേശയുടെ മുകളിൽ കൊണ്ടുവച്ച് രജിസ്റ്ററിലെല്ലാം ചേർത്ത് വെച്ചു. ഞാൻ പോവുക നന്ദേട്ടാ. ചേച്ചിയെക്കുറിച്ച് ആലോചിച്ച് വെറുതെ മനസ്സ് മുഷിപ്പിക്കേണ്ട. ചേച്ചി ഇനി ഒരിക്കലും നന്ദേട്ടനെ പഴയ പോലെ സ്നേഹിക്കില്ല. ഞാൻ പിന്നെ ചേച്ചി. അവൾ പിന്നെ മറ്റൊന്നും പറയാൻ മുതിർന്നില്ല. അല്ലെങ്കിലും തൻ്റെ സ്വാർത്ഥതയായിരുന്നു ചേച്ചിക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ, മഹിയേട്ടനിൽ നിന്ന് രക്ഷപ്പെടാൻ. പക്ഷെ വേണ്ട, ചേച്ചിയുടെ ഭാഗം കൂടി ചിന്തിക്കണം. ഒരിക്കൽ പ്രണയം തട്ടിക്കളഞ്ഞ് അമ്മയുടെ വാക്കുകേട്ട് മറ്റൊരാളെ വിവാഹം ചെയ്ത ആളാണ്. ചേച്ചിയുടെ ഭാഗത്ത് നോക്കി ചിന്തിച്ചാൽ ചേച്ചി ചെയ്യുന്നത് തന്നെയാണ് ന്യായമെന്ന് തോന്നും. അവൾ പിന്നെ ഒന്നും പറയാതെ മേശയുടെ മുകളിലുള്ള പുസ്തകങ്ങളും എടുത്ത് നന്ദേട്ടനെ നോക്കി ചെറു ചിരിയാലെ ലൈബ്രറിയിൽ നിന്നും ഇറങ്ങി. അറിയാം ശ്രീ, ഞാൻ നിന്നോട് ചെയ്തത് തെറ്റാണെന്ന്. നിന്റെ എല്ലാ കുറവുകളും കണ്ടു തന്നെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. പക്ഷെ അമ്മയുടെ ആത്മഹത്യാ ഭീഷണിക്ക് മുന്നിൽ എനിക്ക് തലകുനിക്കേണ്ടി വന്നു. അമ്മയുടെ ഇഷ്ടപ്രകാരം മറ്റൊരു പെണ്ണിനെ താലി ചാർത്തുകയും ചെയ്തു. പക്ഷേ എൻ്റെ ജീവിത രീതിക്ക് ഇണങ്ങാത്തത് കൊണ്ട് തന്നെ അവൾ സ്വയം ഒഴിഞ്ഞുപോയി. പക്ഷേ എപ്പോഴും മനസ്സിൽ നീ മാത്രമായിരുന്നു. അന്ന് തടസ്സം നിന്ന അമ്മ പോലും ഇപ്പോൾ നിന്നെയും പ്രതീക്ഷിച്ച് നിൽപ്പാണ്. അന്ന് പറഞ്ഞ വാക്കുകളും ചെയ്ത ക്രൂരതകളും ഓർത്ത് അമ്മ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ട്. എന്നെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ ശ്രീ നിനക്ക്? അവൻ ചാരുകസേരയിലിരുന്ന് കണ്ണുകൾ അടച്ചു. ലച്ചു, നീ നേരത്തെ എത്തിയോ? ഹേമ ടൈലറിംഗ് സെൻറ്ററിലേക്ക് വന്ന ഉടനെ മിഷൻ ചവിട്ടി തയ്ക്കുന്ന ലച്ചുവിനെ കണ്ടു ചോദിച്ചു. ഒപ്പം കയ്യിലുള്ള ബാഗ് കബോർഡിലേക്ക് വെക്കുകയും ചെയ്തു. നീ ഇന്ന് നേരം വൈകിയോ? ലച്ചു ഹേമയോട് ചോദിച്ചു. ആ, രാജീവേട്ടൻ വന്നിട്ടുണ്ട്. ഇനി 2-3 ദിവസം ഇങ്ങനെ വരത്തേ ഉണ്ടാകൂ. അല്ലെങ്കിൽ നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇടം കണ്ണാലെ ഹേമ ലച്ചുവിനിട്ട് ഒന്ന് കൊള്ളിച്ചു. നീ എന്താ അങ്ങനെ പറഞ്ഞേ? ഹേമ പറഞ്ഞതിനുള്ള പൊരുൾ കൂടുതൽ ആലോചിക്കാൻ ലച്ചു നിന്നില്ല. ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. അതും പറഞ്ഞ് അവളെ നോക്കി ഒന്ന് തിരിച്ചു തയ്യൽ മെഷീനിൻ്റെ അടുത്തേക്ക് ഹേമ ഇരുന്നു. ഹേമയുടെ ഭർത്താവ് രാജീവും മഹിയും ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. മഹിക്ക് സ്വന്തമായി 3 ലോറികളുണ്ട്. അതിൽ ഒന്നിലെ ഡ്രൈവറാണ് രാജീവൻ. അതുകൊണ്ട് തന്നെ മഹിക്ക് ലച്ചുവിനോടുള്ള താല്പര്യം ഹേമയ്ക്കറിയാം. 1-2 പ്രാവശ്യം ലച്ചുവിനോട് മഹിയേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ലച്ചുവിൻ്റെ ഭാഗത്തുനിന്ന് നല്ലതുപോലെ കിട്ടിയിരുന്നു ഹേമയ്ക്ക്. ഹേമയിൽ ലച്ചു നല്ല കൂട്ടാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും പരസ്പരം എല്ലാം തുറന്നു പറയും. ലച്ചു കുറച്ച് നന്നായി സംസാരിക്കുന്നത് തന്നെ ഈ തയ്യൽ ഷോപ്പിലേക്ക് വരുമ്പോഴാണ്. ഇവിടുത്തെ മെയിൻ ആളാണ് ജലജ ചേച്ചി. ആളൊരു തമാശക്കാരിയാണ്.
അതുകൊണ്ട് തന്നെ എല്ലാവരും സന്തോഷത്തോടെ ജോലി ചെയ്തു പോകും. യമുന വന്നില്ലേ ഹേമേ? തയ്ക്കാനുള്ള തുണിയുമായി അകത്തേക്ക് വന്ന ജലജ ഹേമയോട് ചോദിച്ചു. ഹേമയും യമുനയും ഒരുമിച്ചാണ് വരാറുള്ളത്. യമുന 2-3 ദിവസമായി ലീവാണ്. അതിൻ്റെ തിരക്കും തയ്യൽക്കടയിലുണ്ട്. ജലജയുടെ തയ്യൽ ഷോപ്പിൽ 2-3 പേരാണ് വർക്ക് ചെയ്യുന്നത്. ശ്രീലക്ഷ്മി എന്ന ലച്ചുവും ഹേമയും യമുനയും. ഹേമയുടെയും യമുനയുടെയും കല്യാണം കഴിഞ്ഞതാണ്. ഹേമയ്ക്ക് 5 വയസ്സുള്ള ഒരു മോളുണ്ട്. യമുനയ്ക്ക് 2 മക്കളുണ്ട്. ഒരാൾക്ക് 7 വയസ്സും ഒരാൾക്ക് 5 വയസ്സും. ഇടയ്ക്കെല്ലാം അവർ മക്കളെയും കൂട്ടിയാണ് ഇവിടേക്ക് വരാറുള്ളത്. ജലജയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷേ ലീവാക്കുന്നത് മാത്രം ഇഷ്ടമല്ല. ഇപ്പോഴാണെങ്കിൽ ഓവർ വർക്കും. 1-2 ടെക്സ്റ്റൈൽസിലേക്കുള്ള റെഡിമെയ്ഡ് മെറ്റീരിയലുകളുടെ ഓർഡർ കൂടി കിട്ടിയിട്ടുണ്ട്. ഞാൻ അവളെ കണ്ടില്ല ജലജേച്ചി. രാജീവേട്ടൻ വന്നതുകൊണ്ട് ഞാൻ കുറച്ചു വൈകിയാ ഇവിടെ എത്തിയത്. ജലജ ചോദിച്ചതിനുള്ള മറുപടി അവൾ തയ്ച്ചുകൊണ്ടിരിക്കെ പറഞ്ഞു. ഇങ്ങനെ പോയാൽ വേറെ ആളെ വയ്ക്കുമെന്ന് അവളോട് പറഞ്ഞേക്ക്. ജലജ പറഞ്ഞുകൊണ്ട് തുണി കട്ട് ചെയ്യാൻ തുടങ്ങി. ഹേമ ഒന്ന് മൂളിക്കൊണ്ട് ലച്ചുവിനെ നോക്കി ചിരിച്ചു. അവർ 2 പേർക്കും അറിയാം ജലജ ചേച്ചി ഇങ്ങനെ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ 3 പേരെയും ജലജ ചേച്ചി ഒരിക്കലും വിടില്ലെന്ന് അവർക്കറിയാം. പുറത്ത് ദേഷ്യഭാവമാണെങ്കിലും ജലജ ചേച്ചി പാവമാണ്. ആളൊരു ഒറ്റത്തടിയാണ്. കല്യാണം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് മരിച്ചിരുന്നു. കുട്ടികളൊന്നും ആയിട്ടുമില്ല. ഇപ്പോൾ കൂട്ടിന് അനിയത്തിയുടെ മകൻ മാത്രമേ ഉള്ളൂ. അവനും ഇടയ്ക്കെല്ലാം തയ്യൽ ഷോപ്പിലേക്ക് വരും. 3 പേരുമായി നല്ല കമ്പനിയാണ് ചെക്കൻ. ആളൊരു രസികനാണ്. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. വൈകുന്നേരം തച്ചു വച്ചിരിക്കുന്ന ഡ്രസ്സെല്ലാം ഇസ്തിരിയിട്ട് മടക്കി വെക്കുന്ന തിരക്കിലാണ് ലച്ചു. അപ്പോഴേക്കും ഹേമ പോകാൻ തയ്യാറെടുത്തു. ഹേമ എപ്പോഴും ലച്ചുവിന് മുമ്പേ ഇറങ്ങാറുണ്ട്. ഡീ കഴിഞ്ഞില്ലേ? ഹേമ ഹാൻഡ് ബാഗ് തോളിലേക്ക് ഇട്ടുകൊണ്ട് ലച്ചുവിൻ്റെ അടുത്തേക്ക് വന്നു. നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം, അവൾ ചെറുപുഞ്ചിരിയോട് ജോലിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലെങ്കിലും നീ എപ്പോഴാ എൻ്റെ കൂടെ വന്നിട്ടുള്ളത്? നീ ഇങ്ങനെ പണിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തോ? അവസാനം നിനക്കും ഒന്നും ഇല്ലാതെ ആകണം. ലച്ചുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കി തന്നെ ഹേമ പറഞ്ഞു. പ്രേമയും രേണുകയും ഇവളെ ഊറ്റുന്നതെല്ലാം ഹേമയ്ക്കറിയാം. അവറ്റകൾ രണ്ടിനെയും കണ്ണിൽ കണ്ടുകൂടാ ഹേമയ്ക്ക്. ടൗണിലേക്ക് ഇടയ്ക്കെല്ലാം പോകുമ്പോൾ ഇവിടേക്ക് വന്നു കയറും. ലച്ചുവിനോട് എന്തെങ്കിലും വാങ്ങിച്ചു പോകുകയും ചെയ്യും. വീട്ടിൽ വച്ചാകുമ്പോൾ ലച്ചുവിൻ്റെ അച്ഛൻ കാണും. അതുമല്ല, വേണി അറിഞ്ഞാൽ പ്രേമയെയും രേണുകയെയും വഴക്കു പറയുകയും ചെയ്യും. പിന്നെ ആർക്ക് വേണ്ടിയാടി ഞാൻ ജീവിക്കേണ്ടത്? ഞാൻ ഇങ്ങനെ പൊയ്ക്കോളാം, നിസ്സഹായതയോടെ പറയുന്ന അവളെ ഹേമ ഒന്ന് നോക്കി. പിന്നെ ഹേമയ്ക്കൊന്നും അവളോട് പറയാൻ തോന്നിയില്ല. ലച്ചു എന്താണെന്ന് വ്യക്തമായി തന്നെ ഹേമയ്ക്ക് അറിയാം. അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഹേമ. അപ്പോഴും ലച്ചു ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഹേമ പോയി കഴിഞ്ഞതും ഒരു ഗ്ലാസ് ചായയും പരിപ്പുവടയുമായി ജലജ ഷോപ്പിലേക്ക് കയറി വന്നു. എന്നാ മോളെ, ഇത് കുടിക്ക്. മേശയുടെ മുകളിലേക്ക് വെച്ചുകൊണ്ട് ജലജ ലച്ചുവിനെ വിളിച്ചു. എന്തിനാ ജലജേച്ചി എപ്പോഴും ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വരുന്നത്? ജലജേച്ചിയുടെ സ്നേഹം മനസ്സിലാക്കി തന്നെ ലച്ചു ചോദിച്ചു. നേരം ഒരുപാടായില്ലേ മോളെ? നിനക്ക് വിശപ്പും ദാഹവും ഒന്നുമില്ലേ? ഇനി വീട്ടിലെത്തുമ്പോഴേക്കും 7 മണിയെങ്കിലും ആകില്ലേ? എന്നാ ഇത് കഴിക്ക്, എന്നിട്ടാകാം ബാക്കിയൊക്കെ. ലച്ചുവിൻ്റെ കയ്യിൽ നിന്ന് ഇസ്തിരിപ്പെട്ടി മാറ്റി വെപ്പിച്ച് പരിപ്പുവട ലച്ചുവിൻ്റെ കയ്യിലേക്ക് ജലജ കൊടുത്തു. അവൾ ജലജയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പരിപ്പുവടയും ചായയും കുടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ജലജ മറ്റുള്ള ഡ്രസ്സിന് ഇസ്തിരിയിടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ കാര്യം മോള് വീട്ടിൽ പറഞ്ഞായിരുന്നോ? ജോലിക്കിടയിൽ ജലജ ലച്ചുവിനോട് ചോദിച്ചു. അവൾ അതിന് മറുപടി നൽകാതെ തല കുത്തനെ ഇട്ടു. പറഞ്ഞില്ലല്ലേ? ലച്ചുവിൻ്റെ മൗനം ജലജയ്ക്ക് മനസ്സിലായി. നീ പറയണ്ട, ഞാൻ കുമാരേട്ടനെ ഒന്ന് കാണട്ടെ. ജലജ പറഞ്ഞതും ലച്ചു അത് തടഞ്ഞു. വേണ്ട, ഞാൻ ഇങ്ങനെ പൊയ്ക്കോളാം ജലജേച്ചി. ഞാൻ വീട്ടിലില്ലെങ്കിൽ അവിടുത്തെ കാര്യമൊക്കെ. തൻ്റെ നിസ്സഹായാവസ്ഥ അവൾ ജലജയുടെ മുമ്പിൽ തുറന്നു കാട്ടുകയാണ്. വീട്ടിലെ അവസ്ഥ അത്രയും പരിതാപകരമാണെന്ന് അവൾക്ക് അറിയാം. തൻ്റെ വരുമാനത്തിലാണ് ആ വീട് കഴിഞ്ഞു പോകുന്നത് എന്നും. വേണിയുടെ പഠിപ്പ്, അച്ഛൻ്റെ മരുന്ന്, വീട്ടു സാധനം എല്ലാം ഞാൻ ചവിട്ടി തയ്ച്ചു ഉണ്ടാകുന്നതിൽ നിന്ന് ചിലവാക്കുന്നതാണ്. അതിന് തടസ്സം വന്നാൽ ആലോചിക്കുമ്പോൾ തന്നെ ലച്ചുവിന് തല വിളർക്കുന്നത് പോലെ തോന്നി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ? നിനക്കൊരു ജീവിതം വേണ്ടേ? എൻ്റെ ഓർമ്മയിൽ ഈ ചിങ്ങം വന്നാൽ നിനക്ക് 23 തികയും അല്ലേ? ചോദ്യം പോലെ ജലജ ലച്ചുവിനോട് ചോദിച്ചു. നിറകണ്ണുകളോടെ അവളൊന്ന് മൂളി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടത് ജലജ പിന്നെ ഒന്നും പറയാൻ പോയില്ല. പക്ഷേ കുമാരനെ കാണണമെന്ന് അവർ തീരുമാനമെടുത്തിരുന്നു. നല്ലൊരു ബന്ധമാണ് ലച്ചുവിന് വന്നത്. അവൻ്റെ വീട്ടുകാരെല്ലാം ലച്ചുവിനെ ഇവിടെ വന്ന് കണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്തു. അവളുടെ അവസ്ഥയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ വിവാഹകാര്യം മുന്നോട്ട് വെച്ചത്. ചെക്കൻ ഗൾഫിലാണ്. എന്തുകൊണ്ടും ലച്ചുവിന് ചേരുന്ന ബന്ധം. ലച്ചുവിനേക്കാൾ കളർ കുറച്ച് കുറവാണെന്നേയുള്ളൂ ചെക്കന്. എങ്ങനെയെങ്കിലും ഇത് നടത്തണമെന്ന് തന്നെയാണ് ജലജയുടെ മനസ്സിൽ. ലച്ചുവിനെ അവളുടെ ദുരിതത്തിൽ നിന്ന് കരകയറ്റുവാനും. ഇന്നും നേരം വൈകിയോ കുട്ടിയെ? കവലയിൽ ബസ്സിറങ്ങിയതും ശങ്കരൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ശങ്കരേട്ടാ. ഷോപ്പിൽ പണി കുറച്ച് കൂടുതലായിരുന്നു.
അവൾ പുഞ്ചിരിയാലെ പറഞ്ഞുകൊണ്ട് കയ്യിലുള്ള സഞ്ചി മുറുകെ പിടിച്ച് മുന്നോട്ടേക്ക് നടന്നു. ടൈലർ ഷോപ്പിന്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്നുമാണ് അവൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ്. അവിടെ ആകുമ്പോൾ മാസത്തിൽ ഒരു തുക കൊടുത്താൽ മതി. എപ്പോഴും അവളുടെ കയ്യിൽ ഒരു സഞ്ചി ഉണ്ടാകും. ഒന്നല്ലെങ്കിൽ അച്ഛൻ്റെ മരുന്ന്, അല്ലെങ്കിൽ പച്ചക്കറി, അല്ലെങ്കിൽ വീട്ടു സാധനം, അങ്ങനെ നീളുന്നു. ചുവടുകൾ വേഗത്തിലാക്കി അവൾ നടന്നു. ഇരുട്ട് മൂടിയിരിക്കുന്നു. അസ്തമയം ഇപ്പോൾ വേഗത്തിലാണെന്ന് തോന്നുന്നു. ചാറ്റൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. കാർമേഘം മൂടിക്കെട്ടി ഇരുണ്ടതുപോലെ. കുടയും എടുത്തിട്ടില്ല. അവൾ കാലുകൾ നീട്ടിവലിച്ചു വേഗത്തിൽ നടക്കാൻ തുടങ്ങി. ശ്രീ! പിറകിൽ നിന്നുള്ള ശബ്ദം കേട്ട് അവളുടെ കാലുകൾ പെട്ടെന്ന് നിശ്ചലമായി. ഒരു സമയം ഒരുപാട് ആഗ്രഹിച്ച ശബ്ദം, ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ച വിളി. ആരാണ് തന്നെ വിളിക്കുന്നതെന്ന് അവൾ ഒരു നോട്ടം പോലും നോക്കാതെ മനസ്സിലാക്കി. അല്ലെങ്കിലും തന്നെ ശ്രീയെന്ന് വിളിക്കുന്ന ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അവൾ തിരിഞ്ഞു നോക്കാതെ തന്നെ അവളുടെ ചുവടുകൾ വീണ്ടും മുന്നോട്ടേക്ക് വെച്ചു. ശ്രീ! വീണ്ടും പിറകിൽ നിന്ന് അവൻ വിളിച്ചു. വീണ്ടും അവൻ വിളിച്ചത് മുന്നോട്ടേക്ക് വെച്ച കാൽ നിശ്ചലമായി. ഒപ്പം ആളിക്കത്തുന്ന മനസ്സുമായി അവൾ തിരിഞ്ഞു നോക്കി. അവനെ കാണുമ്പോൾ അവൾക്കിപ്പോൾ പുച്ഛമാണ്. ലച്ചു തന്നെ നോക്കുന്നത് കണ്ട് നന്ദന്റെ മനസ്സിൽ പൂത്തിരി കത്തിയതുപോലെയായി. കുറച്ചു നാളായി അവളുടെ പുറകെ നടക്കുന്നു. പക്ഷേ ഒന്ന് വിളിച്ചാൽ പോലും തിരിഞ്ഞു നോക്കാറില്ല. അങ്ങനെയാണ് വേണിയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പക്ഷേ അവളുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് മതിയായില്ലേ? ഇനിയെങ്കിലും എന്നെ ജീവിക്കാൻ വിട്, ദേഷ്യത്തോടെ പറയുന്നവളെ നന്ദൻ ഞെട്ടലോടെ നോക്കി. ശ്രീ, ഞാൻ നന്ദൻ പറയാൻ തുടങ്ങിയതും ലച്ചു കൈകൊണ്ട് തടഞ്ഞു. എനിക്കൊന്നും കേൾക്കാനില്ല. ഞാനായല്ല, നിങ്ങളായി തന്നെയാണ് എല്ലാം അവസാനിപ്പിച്ചത്. ഇനിയും പുതുക്കി തുടരാൻ എനിക്ക് താല്പര്യമില്ല. എന്നോടെന്നല്ല ആരുടെ പക്കലും നിങ്ങൾ ഈ ഒരു കാര്യവുമായി എൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കരുത്, ദേഷ്യത്തോടെയാണ് അവൾ പറയുന്നത്. അത്രയും സഹിക്കപ്പെട്ടിരിക്കുന്നു ആ പെണ്ണ്. എന്തൊക്കെ ഭാരങ്ങളായി എൻ്റെ തലയുടെ മുകളിൽ. ഇനി നാട്ടുകാരും കൂടിയേ പറയാൻ ബാക്കിയുള്ളൂ. ഇതേ അവസ്ഥ തുടർന്നാൽ നാട്ടുകാരും തന്നെ പഴി പറയുന്നത് കേൾക്കേണ്ടി വരുമെന്ന് അവൾക്കറിയാം. എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് അവനോട് സംസാരിക്കാമെന്ന് അവൾ നനച്ചത്. ശ്രീ, എനിക്കൊരു തെറ്റുപറ്റി. അത് തിരുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. നീയൊന്ന് മനസ്സ് വെച്ചാൽ ഒരുമിച്ച് ജീവിക്കാം എന്നായിരിക്കും അല്ലേ? അതിന് ഈ ശ്രീലക്ഷ്മി ഒന്നുകൂടെ ജനിക്കണം. പണമില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ അമ്മയുടെ വാക്കും കേട്ട് നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞതാ. ഇപ്പോഴും എനിക്ക് പണമൊന്നുമില്ല. പിന്നെ എങ്ങനെ ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും? മംഗലശ്ശേരിക്ക് ചേർന്ന മരുമകളല്ലല്ലോ ഞാൻ, ചോദ്യത്തോടെയും അമർഷത്തോടെയും അവൾ അവനെ നോക്കി ചോദിച്ചു. ശ്രീ, അന്ന് അമ്മ അറിയാതെ എനിക്ക് വേറൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. അതെയോ? ഇപ്പോൾ എന്തേ ഈ മനമാറ്റത്തിന് കാരണം? എൻ്റെ കയ്യിൽ ഇപ്പോഴും പണമില്ലെന്ന് നിങ്ങളുടെ അമ്മയ്ക്ക് അറിയില്ലേ? പുച്ഛത്തോടെ അവൾ അവനെ നോക്കി. ശ്രീ, അവളുടെ വാക്കുകൾക്ക് മുന്നിൽ അവൻ പതറുകയാണ്. അതെ, അവൾ ചോദിച്ചതൊക്കെ ന്യായമുള്ള കാര്യമാണ്. അവൾക്ക് പണമില്ല എന്ന കാരണം കൊണ്ട് അമ്മ തള്ളിപ്പറഞ്ഞപ്പോൾ ഞാനും അമ്മയുടെ പക്ഷം ചേർന്നു പോയി. ഒപ്പം വലിയൊരു വീട്ടിൽ നിന്ന് ആലോചനയും വന്നു. മറ്റൊന്നും ചിന്തിക്കാതെ സ്ത്രീയെ തള്ളിക്കളയേണ്ടി വന്നു. ഞാൻ ചോദിച്ചതിനൊന്നും നിങ്ങളുടെ കയ്യിൽ ഉത്തരമില്ലേ? അവന്റെ ഭാഗത്തു നിന്നും പ്രതികരണമൊന്നും ഇല്ലാത്തത് കണ്ട് അവൾ വീണ്ടും ചോദിച്ചു. ശ്രീ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. അത് തിരുത്താനാ ഞാൻ വന്നത്. അമ്മയ്ക്കും ഇപ്പോൾ ഒരു എതിർപ്പുമില്ല. നീ വിചാരിച്ചാൽ നമുക്ക് ഇനിയും ഒരുമിച്ച് ജീവിച്ചുകൂടെ? നിന്റെ പ്രാരാബ്ദങ്ങളെല്ലാം തീരുകയും ചെയ്യും. ഒറ്റ ശ്വാസത്തിൽ അവൻ പറയാനുള്ളതൊക്കെ അവളോട് പറഞ്ഞു. കഴിഞ്ഞോ? പുച്ഛത്തോടെ അവനോട് അവൾ ചോദിച്ചു. പിന്നെ അവൾ പറയാൻ തുടങ്ങി. ഈ ശ്രീലക്ഷ്മിയെ സ്വന്തമാക്കാമെന്ന് നിങ്ങൾ ഈ ജന്മത്തിൽ മോഹിക്കേണ്ട. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിങ്ങളെയാണ്. പിന്നെ എൻ്റെ പ്രാരാബ്ദങ്ങളും എൻ്റെ ജീവിതമെല്ലാം തീരുമാനിക്കുന്നത് ഞാനാണ്. ഇതും പറഞ്ഞ് ഇനി നിങ്ങൾ എൻ്റെ പുറകെ നടക്കരുത്. എനിക്കിപ്പോൾ ആകെയുള്ളത് മാനം മാത്രമാണ്. അത് നിങ്ങളായി ഇല്ലാതാക്കരുത്, ഗൗരവത്തോടെയും അമർഷത്തോടെയും പറഞ്ഞ് അവൾ മുന്നോട്ടേക്ക് നടന്നു. അവൾ നടന്നു നീങ്ങുന്നത് നോക്കി നിസ്സഹായ അവസ്ഥയോടെ അവൻ നിന്നു.